അഭിമന്യനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്തും ചിലകാല മിത്രവും, സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഫിനാൻസിലായിരുന്നു, ഞാൻ അതിന് പുറത്തായിരുന്നു, ശ്രീ ഗംഗാധരൻ നമ്പ്യാർ, ആരാധ്യനും പ്രിയങ്കരനുമായ പ്രൊഫസർ കവടിയാർ രാമേന്ദ്രൻ സർ, ഇവിടെ കൂടിയിരിക്കുന്ന എത്രയും ആദരണീയരായ പ്രിയമുള്ളവർ, ജീവിതത്തിലെ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ഈ പടി ചവിട്ടിയത്. മേലാൽ പ്രസംഗിക്കാൻ പോകില്ല എന്നല്ല, ഗൂഗിള് നോക്കി എങ്ങും പോകില്ല. അതുകൊണ്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാകാമോ അതെല്ലാം നമ്മൾ ജനിച്ചു വളർന്ന ഈ നഗരത്തിനകത്ത് ഒരു മനുഷ്യനെ പോലും കണ്ടില്ല. ചില റോഡുകളിൽ വിളിച്ച് ചോദിക്കാം, വീടുകളിൽ ചെന്ന് ബെല്ലടിക്കിയവരെ ഉണ്ടായി. വളരെ അടുത്താണ് നിൽക്കുന്നത്. എനിക്ക് ഇത്തരം അനുഭവങ്ങൾ അപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പൊഴിയൂര് കഴിഞ്ഞിട്ട് പൊഴിയൂര് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലോട്ട് കയറുന്ന ഒരു വഴിയിൽ അവിടെ എവിടെയോ കുറച്ച് ഉള്ളിലോട്ടാണ് ഒരു പ്രഭാഷണത്തിന് എന്നെ വിളിച്ചു. എന്താ ഉദ്ഘാടനത്തിനാണ്. സാറ് അവിടെ നിന്നൊരു വണ്ടി പിടിച്ച് വന്നാൽ മതി, ഇവിടെ നിന്നൊരു വണ്ടി വന്നാൽ പിന്നെയും തിരിച്ചു വരണമല്ലോ, അത് മതി, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് അക്കാലത്ത് പോകാറുണ്ടായിരുന്ന ഡ്രൈവറെ വിളിച്ച് അപ്പോഴേ ഏർപ്പാട് ചെയ്തു. അദ്ദേഹം കൃത്യമായിട്ട് വന്നു. അപ്പം ഞാൻ അവരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, ഇതുപോലെയൊക്കെ സംഭവിക്കാമെന്നുള്ള ഒരു ദീർഘവീക്ഷണം കൊണ്ട് പറഞ്ഞു, വഴി കാണിച്ചു തരാൻ ആരെങ്കിലും വിടണം. അത് നമ്മുടെ ഗോപി ആശാൻ അവിടെ നിന്നാണ് വരുന്നത്, ഏതോ ഒരു ഗോപി ആശാൻ. അപ്പോൾ ആശാൻ വീട്ടിൽ വന്ന്, സാറ് ഈ വണ്ടി കൂടെ ഇങ്ങനെ വരുമെന്ന്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഈ പൊഴിയൂരൊക്കെ കഴിഞ്ഞ തമിഴ്നാട്ടിലോട്ട് കയറി ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഗോപി ആശാൻ ഫോൺ വിളി തുടങ്ങി. ഹലോ, ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. എവിടെ? ഇവിടെ നമ്മൾ മറ്റേ എവിടെയാണ് എന്നൊക്കെ പുള്ളി തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ എവിടെയാണെന്നൊക്കെ പറഞ്ഞു. അയാൾ ഇങ്ങോട്ട് പറയുന്നു, ഇയാൾക്ക് അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഫോൺ കട്ട് ചെയ്യുന്നു, വീണ്ടും വിളിക്കുന്നു. ഹലോ, ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ആ ബങ്കിൻ്റെ ഫ്രണ്ടിലാണ്. ഏത് ബങ്ക്? അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുള്ളി വഴിയെ പോയ ഒരാളുടെ കയ്യിൽ ഫോൺ കൊടുത്തു. മറ്റേ ആൾ പറയുന്നത് ഇയാൾക്ക് മനസ്സിലാവുന്നു. വഴിയെ പോയ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഫോൺ. ഹലോ, ഇത് എന്താണെന്നൊന്ന് കേൾക്കാമോ? അവൻ അത് വാങ്ങിച്ച് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, ഒരു വസ്തു കേൾക്കുന്നില്ലെന്ന്, ഒരു അക്ഷരം കേൾക്കുന്നില്ല, ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവുന്ന തരത്തിൽ പറയണ്ട. അയാൾ ഏതോ പാട്ട് പെട്ടിയിൽ അടുത്ത് വന്ന് നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഇങ്ങനെ വരുന്നെന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ മറ്റവനെ കാണുന്നില്ല, ഫോൺ കൊടുത്തവനെ കാണുന്നില്ല. അവൻ എവിടെ പോയെന്ന് എൻ്റെ അടുത്ത്. എൻ്റെ ആര് ഒരു അയ്യോ, അനന്തരവൻ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഫോണാണ്, 1 ലക്ഷം രൂപയ്ക്ക്. അവൻ എവിടെ? ഇയാൾ ഇറങ്ങിപ്പോയി. ആരോട് ചോദിച്ചിട്ട് വരയൻ. അവൻ ചോദിക്കുന്നത് വരയൻ അണ്ടർവെയറാണ്. വരയൻ ഉടുപ്പിട്ടവനാണ്. വരയൻ ഉടുപ്പിട്ടവനെന്ന് അവിടെ കാണുന്നില്ല. പുള്ളി അപ്പോൾ ആരോ പറഞ്ഞൊരു ബസ്സിൽ കയറിയെന്ന് പറഞ്ഞു. ഇയാൾ എവിടെയോ കയറി. ഞാൻ അവിടെ 1 മണിക്കൂറോളം ഡ്രൈവറെ മുഖത്ത് നോക്കും, ഡ്രൈവർ എൻ്റെ മുഖത്ത് നോക്കും. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. അവസാനം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാട് സ്ഥലത്ത് മംഗളമായിട്ടൊക്കെ പോയിട്ടുള്ളതല്ലേ. പുള്ളി പറഞ്ഞ് മനസ്സിലായി, നമുക്ക് തിരിച്ചു പോവാം. നിങ്ങൾ തിരിച്ചു പോകും. എത്ര മനോഹരമായ ഒരു അനുഭവമാണെന്ന്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, ഇതിലും വലുത് ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന വെറ്ററൻസ് ഗ്രൂപ്പാണ്. എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഒരേപോലെ സന്തോഷവും ഒരേപോലെ ഭയവും തോന്നി. വെറ്ററൻസ് എന്ന പദത്തിൽ തന്നെ പ്രാവീണ്യം എന്നൊരു വാക്ക് വിളിഞ്ഞ് കിടപ്പുണ്ട്. പ്രാവീണ്യം, വിശാരദൻ അല്ലേ, കൃതഹസ്ത എന്നൊക്കെ ഉണ്ട്. അവിടെ എന്നെപ്പോലെ ഒരാൾ വന്ന് എന്ത് പറയാനാണ് എന്ന ചിന്ത എനിക്കും അതിനേക്കാൾ ശക്തിയായി നിങ്ങൾക്കും ഉണ്ട് എന്നെനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഈ പ്രഭാഷണമൊന്നും അങ്ങനെ ഞാനെങ്ങനെ അതിശയിക്കുന്നു. പ്രഭാഷണത്തിനൊക്കെ ഇപ്പോൾ ആളുകൾ വിളിക്കുമോ? വിളിച്ചാൽ ആളുകൾ വരുമോ?
കാരണം പണ്ടൊരു പ്രഭാഷകൻ കുറേ നേരമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കെ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, സാർ ഒന്ന് നിർത്തിയാൽ എന്ത് പറ്റി? കൂത്താട്ടുകുളത്തേക്കുള്ള ലാസ്റ്റ് ബസ്സും പോകാറായി, ഒന്ന് നിർത്തിയാൽ. വേറൊരാള് ഇതിനിടയ്ക്ക് കുറെ നേരമായിട്ട് പ്രസംഗിച്ചതിനിടയ്ക്കൊന്ന് അറിയാതെ വാച്ച് നോക്കിയപ്പോ പെട്ടെന്നൊരു മൂക്കിലാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ക്ലോക്ക് നോക്കുക. ഒരു ദിവസം കഴിഞ്ഞു, ഇപ്പൊ വാച്ച് നോക്കും. ഇതൊക്കെയാണ് അവസ്ഥ. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രായം, റിട്ടയർമെന്റ് ലൈഫ്, എൻ്റെ ഈ ലൈഫ് അതാണ് റിട്ടയർഡ് ലൈഫ്. അത് റിട്ടാർഡ് ലൈഫ് ആകാൻ പാടില്ല. അത് വളരെ എൻതൂസിയാസ്റ്റിക് ആയി. ഒരുപാട് സീനിയർ സിറ്റിസൺസിൻ്റെ ഗ്രൂപ്പിൽ സംസാരിക്കാൻ പോകാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ എല്ലാം ഞാൻ പറഞ്ഞ ഒരു മുദ്രാവാക്യം പോലെ പറഞ്ഞ വാചകം, നമ്മുടെ ശിഷ്ട ജീവിതം സന്തുഷ്ടമാക്കണം, ശിഷ്ട ജീവിതം വിശിഷ്ടമാക്കണം, ശിഷ്ട ജീവിതം ഉത്കൃഷ്ടമാക്കണം, ശിഷ്ട ജീവിതം സമ്പുഷ്ടമാക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതിൽ കാര്യമില്ല. ശിഷ്ട ജീവിതം സന്തുഷ്ടമാക്കണം. അപ്പോൾ ഈ മഹാന്മാരുടെ എല്ലാം ജീവിതം എടുത്ത് നോക്കിയാൽ, ജീവിതത്തിൽ വിജയിച്ചവരുടെ എല്ലാം ജീവിതം എടുത്ത് നോക്കിയാൽ മിക്കവാറും രണ്ടാമത്തെ പകുതിയാണ് ശോഭന, ആദ്യത്തെ പകുതിയില്ല. ഇപ്പോൾ നമ്മൾ അനുശോചനം അറിയിച്ച നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി PS അച്യുതാനന്ദൻ, അദ്ദേഹം അങ്ങോട്ട് ജ്വലിച്ചത് 60-ന് ശേഷമല്ല, 70-ന് ശേഷമാണ്. 70-ന് ശേഷമാണ്. പിന്നെ അങ്ങോട്ട് ഒരേ ജ്വലനമായി, അല്ലേ? അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം, അങ്ങനെയായി. ഈ ശ്രീധരൻ, അദ്ദേഹത്തിന് ഇപ്പോഴും റെസ്റ്റില്ല. അദ്ദേഹം ഏറ്റെടുക്കാത്ത പാടേ ഉള്ളൂ. എല്ലാവരും അദ്ദേഹം തന്നെ ആ പ്രോജക്റ്റ് ഏറ്റെടുക്കണം, ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുക. എന്ന് പറഞ്ഞാൽ ഈ പ്രായമാകുന്നതോറും നമ്മളുടെ പ്രാവീണ്യം വർദ്ധിച്ചു വരിക. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ആളുകൾക്ക് പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് മേഖലയിലായിരുന്നോ ജോലി ചെയ്തിരുന്നത് ആ മേഖലയിൽ ഒരു എക്സ്റ്റൻഷൻ ചെയ്യാൻ ശ്രമിക്കും. അതാണ് കുഴപ്പമാകുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടൻസിയോ പിന്നെ അവിടെ വന്നു പോകുന്ന പബ്ലിക് റിലേഷൻ ഏതെങ്കിലും പബ്ലിക് റിലേഷൻ ഓഫീസറോ ഒക്കെ ആയിട്ട് വന്ന് നാണം കെട്ട് നാശ കോടാലിയായി നാനാവിധമായി നിർത്തി, ഇടയ്ക്ക് വെച്ച് നിർത്തി. സാറിനെ ഇപ്പം കാണുന്നില്ലല്ലോ, അവിടെ ഇപ്പം അങ്ങോട്ട് ഞാൻ മറ്റേത് നിർത്തി, അയ്യോ എന്ന് പറയും. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിതായോധനത്തിന് വേണ്ടി ചെയ്ത തൊഴിലല്ല നമ്മൾ തുടരുക. നമ്മുടെ പാഷൻ ഏതിലാണോ അതിലേക്ക് പോകും. അങ്ങനെയാണ് ചിലർ സംഗീതത്തിലേക്ക് പോകും. ഇപ്പോൾ സംഗീത ക്ലാസ്സുകളിലെല്ലാം കൂടുതലും പഠിക്കാൻ പോകുന്നത് 60-70 ഒക്കെ വയസ്സ് കഴിഞ്ഞാണ്. നൃത്ത ക്ലാസ്സുകളിൽ പോകുന്നത് റിട്ടയർ ചെയ്ത ആളുകളാണ്. അങ്ങനെയുള്ളവരിവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ചിരി കണ്ടിട്ട് ഞാൻ ആരെയും മുഖത്ത് നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാഷനുള്ള ലോകത്തേക്ക് നമ്മൾ പോകണം, അല്ലേ? ചിലര് ISRO എന്ന് റിട്ടയർ ചെയ്തു, ഇപ്പൊ എന്താ ജോലി? ജ്യോത്സ്യം. ഞാൻ നല്ലൊരു ജ്യോത്സ്യനാകേണ്ടായിരുന്നു കേട്ടോ. കേരളത്തിന്റെ അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനാകേണ്ടായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-25 വർഷം മുമ്പാണ്, ഞാനിങ്ങനെ സെക്ഷനിലിരിക്കുന്ന കാലത്ത് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, മോനെ മോക്കൊരു ആലോചന, നല്ല പയ്യന്മാരുണ്ടെങ്കിൽ ഒന്ന് പറയണമായിരുന്നു. മോനാകുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് ഒരുപാട് മേഖലയായിട്ടൊക്കെ ഇടപഴകി നിൽക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റും. എങ്ങനെ നല്ല പയ്യന്മാരുണ്ടെങ്കിൽ പറയണമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു മിഥുനം അങ്ങനെ ഏതൊരു മാസത്തിലാണ്, ഓണം വരാൻ പോകുന്നതാണ്. അപ്പോൾ ഇവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ചിങ്ങമാവട്ടെ. ഇത് ചിങ്ങത്തിന് ഇനി 2-3 മാസമില്ല, ചിങ്ങമാവട്ടെ. ചിലരെയൊക്കെ അപ്പോഴും പറഞ്ഞു വിട്ടാൽ പിന്നെ വരത്തില്ല. പിരിവുകാരും അങ്ങനെയാണ് ഇപ്പോൾ. അതുകൊണ്ട് അവർ പറയുന്നത് എന്തെങ്കിലും തന്നാൽ മതി എന്നാണ്. ഇനി ഒരിക്കൽ കൂടെ വരാൻ വയ്യ, വരില്ല.
അതുകൊണ്ട് വിശാലമായ ഒരു എമൗണ്ട് എഴുതുക ധൈര്യമായിട്ട്. 5000 രൂപ, അത് 500 പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോൾ ഇല്ല. എപ്പോൾ വരണ സാർ? അടുത്ത 27-ാം തീയതി ജന്മത്ത് വരത്തില്ല. 5000 രൂപ കൊടുത്തതുമായി വരികയില്ല. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഈ ടാക്ട്ഫുൾ ഡീൽസ് എന്ന് പറയുന്നത്. ടാക്ട്ഫുൾ. അപ്പോൾ ഞാൻ ടാക്ട്ഫുൾ ആയിട്ട് അവരോട് പറഞ്ഞു, പിന്നെ ചിങ്ങം ആവട്ടെ, ഉറപ്പിച്ചു പറഞ്ഞു. ചിങ്ങത്തിന് മുമ്പ് നോക്കണ്ട, ചിങ്ങം ആവട്ടെ. ഞാനിതൊന്നും പറഞ്ഞില്ല, ചിങ്ങമായത് പറഞ്ഞില്ല. ഒരു ദിവസം ഈ ലേഡി വേറൊരു ലേഡിയായിട്ട് സെക്ഷൻ നടത്തി, ഇത്രയും വിദ്വാനാണെന്ന് അറിഞ്ഞില്ല, ഇത്രയും ജ്ഞാനമുള്ള അതാണ് ജ്ഞാനമുള്ള ആളാണെന്ന് അറിഞ്ഞില്ല. ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവും തിരിച്ചറിവും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. വിജ്ഞാനം ഉണ്ടെന്ന് വെച്ച് ജ്ഞാനം ഉണ്ടാകണമെന്നില്ല, അറിവുണ്ടാകുന്ന വെച്ച് തിരിച്ചറിവുണ്ടാകണമെന്നില്ല, പിന്നെ വിവേകം ഉണ്ടെന്ന് വെച്ച് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ജ്ഞാനമുള്ള ആളാണെന്നിട്ട് ഞാനും ഒന്ന് ഞെട്ടി. അങ്ങനെ ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു ജ്ഞാനമുള്ള ആളാണെന്ന് അറിഞ്ഞില്ല, എന്ന് ചെന്ന് പറ്റി. ചിങ്ങം കഴിയട്ടെന്നല്ലേ പറഞ്ഞത്. ഓ, അപ്പോഴാണത് ഓർമ്മ വന്നത്. ചിങ്ങം 1-ാം തീയതി തന്നെ ഒരു ആലോചന വന്നു, ഒരു എയറോനോട്ടിക് എഞ്ചിനീയർ ഉറപ്പിച്ചു. 31-ന് കല്യാണം. ആദ്യമായിട്ട് അറിയിക്കുകയാണ്, ഔദ്യോഗികമായിട്ട് ഇദ്ദേഹത്തെ തന്നെ അറിയിക്കുകയാണ്. ഇദ്ദേഹത്തെ ആണല്ലോ അറിയിക്കേണ്ടത്. ഞാൻ സന്തോഷം പങ്കിട്ടു. അപ്പൊ എന്റെ ഫ്രണ്ട് വേറൊരു ജോത്സ്യനുണ്ട്, യഥാർത്ഥ ജോത്സ്യൻ, ടൈപ്പിസ്റ്റാണ്. അയാൾ അവിടെ നിന്ന് ശുക്രനെ ബുധൻ നോക്കിയെന്നും ബുധനെ വ്യാഴം നോക്കിയെന്നും വ്യാഴത്തിനെ ആരോ കട്ട് ചെയ്തിട്ടെന്നും വേണ്ട മകളാണ്. ഒരു മകളെ ഫയൽ എഴുതാൻ നോക്കില്ല. ഒരാൾ എഴുതിയ ഫയലില് രാഹുർ കയറി പോയി ഫയലിന്റെ കൂടെ, ഇവൻ പറഞ്ഞു കേട്ടിട്ട്. അപ്പൊ ആ ജോത്സ്യൻ തിരിഞ്ഞു നോക്കുന്നു. ഇത്ര അച്ചട്ടായിട്ട് പറഞ്ഞു പുള്ളി തിരിഞ്ഞു നോക്കുകയാണ്. പുള്ളിയുടെ കഞ്ഞിപ്പാറ്റയായി. അപ്പൊ ഈ സ്ത്രീ പറയുകയാണ്, പിന്നെ ശകുന്തളയെ അറിഞ്ഞൂടെ? വേറെ സ്ത്രീ ഫ്രണ്ടിലോട്ട് കയറി. ശകുന്തളയുടെ മോൾക്കും ഒരു ആലോചന എന്ന് നടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ച് വാസക്കവി ചെയ്തു. ഞാൻ പറഞ്ഞു, അറിവില്ല പൈതലാണ്, അറിയാതെ പറഞ്ഞു പോയതാണ്, ചിഹ്നമായിട്ട് അത്രയും ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാൽ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്, എനിക്ക് ആരുടെയും മുഖമുള്ള കാര്യം പറയാനുള്ള പ്രാപ്തി ഇല്ല എന്നൊക്കെ പറഞ്ഞു. അവരെന്നെ ചെറഞ്ഞു നോക്കി പറയാൻ നോക്കി പറഞ്ഞു വന്നത് നമുക്കറിയാവുന്ന ചില മേഖലകൾ രസകരമാണ്. അപ്പോ ഈ മനുഷ്യരെ കുറിച്ച് പറയും. ഒരിടത്ത് ചെന്നപ്പോ പ്രസംഗം നടക്കുന്നു. ഒരാൾ, ഞാൻ അപ്പൊ ചെന്നേ ഉള്ളൂ, 2 തരം മനുഷ്യരുണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ ബേസിക് ക്ലാസിഫിക്കേഷനാണ്. 2 തരം മനുഷ്യരുണ്ട്. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, കുട കൊണ്ട് നടക്കുന്നവരും കുട വെച്ച് മറക്കുന്നുണ്ട്. എന്റെ ഊഴം എന്നൊക്കെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അറിവിലേക്കാണ്. 3ാമതൊരു തരം മനുഷ്യരിവിടെ ഉണ്ട്, ഈ വെച്ച് മറന്ന കുടയും കൊണ്ട് പോകുന്നത്. ഈയിടയ്ക്കുള്ളത്തി വന്നപ്പോൾ പറഞ്ഞു, മനുഷ്യർ ദുഷ്ടന്മാർ, മനുഷ്യരിൽ തന്നെ ദുഷ്ടന്മാർ എന്നൊരു വിഭാഗമുണ്ട്. അവരാണ് മഹാഭൂരിപക്ഷം. ദുഷ്ടന്മാർ 3 തരമുണ്ട്. ഞാൻ ശ്രദ്ധിക്കാതെ വിചാരിച്ചു. അതായത് സാധാരണ ദുഷ്ടൻ CCTV വയ്ക്കും വീട്ടിലും വീട്ടിന്റെ ചുറ്റുപാടും ഒക്കെ വയ്ക്കും. ആർക്കും ഒന്നും എടുത്ത് ഇങ്ങോട്ടോ അങ്ങോട്ടോ എറിയാൻ പറ്റത്തില്ല. ഇയാളെ CCTV കൂടെ കാണാം. ഇപ്പൊ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. വിളിച്ചു പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഒരു മാങ്ങ തൊലി എടുത്തെറിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഫയലിന്റെ 4-1 മറ്റും. അപ്പൊ സാധാരണ ദുഷ്ടൻ CCTV വയ്ക്കും. ഇതിനേക്കാൾ വീര്യം കൂടിയ ദുഷ്ടൻ എന്ത് ചെയ്യുന്നറിയോ? 2ാം തരം ദുഷ്ടൻ, കുറെ കൂടെ വീര്യം കൂടിയവൻ. CCTV ഫുള്ളായിട്ട് വയ്ക്കത്തില്ല, ക്യാമറ മാത്രം വാങ്ങിച്ചു. വലിയ ചെലവില്ല. പഴയ ക്യാമറ വർക്ക് ചെയ്യണമെന്നില്ല, ക്യാമറ വെച്ച് കണക്ഷൻ ഒന്നുമില്ല. പിന്നെ ആളുകളൊന്നും അറിയത്തില്ല, ഇവന്റെ ക്യാമറ കണ്ടിട്ട്. 3ാമതൊരു തരം ദുഷ്ടനുണ്ടെന്ന്, അവൻ ഭരണദുഷ്ടൻ. അയാള് ഇതൊന്നും വിൽക്കത്തില്ല. കാരണം CCTV വെച്ചാൽ ഏതാണ്ട് 60,000 രൂപയായി, ക്യാമറ മാത്രം വെച്ചവന് 6,000 രൂപയായി. 3ാമത്തെ ദുഷ്ടൻ എഴുതി വെക്കും, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്.
600 രൂപ തരും. അപ്പോ ഈ മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യനെ പറ്റി ആൽബർട്ട് ക്യാമു പറഞ്ഞത്, മനുഷ്യൻ സ്വാർത്ഥതയുടെയും പരദൂഷണത്തിൻ്റെയും പരപീഡന ത്വരയുടെയും ആത്മാർത്ഥത ഇല്ലായ്മയുടെയും പൊങ്ങച്ചത്തിൻ്റെയും ആകെ തുകയാണ്. ഇങ്ങനെ കുറെ കോമകളുണ്ട്. ക്യാമു ജീവിതത്തെ കുറിച്ച് പറഞ്ഞതും അങ്ങനെയാണ്, നിഷേധാത്മകമായിട്ടാണ്. ജീവിതം വിഡ്ഢിത്തമാണ്, ജീവിതം വങ്കത്വമാണ്, ജീവിതം നിരർത്ഥകമാണ് എന്നാണ് ക്യാമു. ക്യാമു പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കും പ്രയോജനമില്ലെങ്കിൽ ആ ജീവിതം വിഡ്ഢിത്തമാണ്, ആ ജീവിതം വങ്കത്വമാണ്, ആ ജീവിതം നിരർത്ഥകമാണ്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ട്. ജീവിതത്തെ നിർവചിക്കാത്ത ഒരു സാഹിത്യകാരനുമില്ല. എഴുതി തുടങ്ങുന്ന സാഹിത്യകാരൻ മുതൽ എഴുതി ഒരവസ്ഥയിലെത്തിയ സാഹിത്യകാരൻ വരെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷേക്സ്പിയർ പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്നതാണ്, പിറ്റി പറഞ്ഞ കടങ്കഥയാണെന്ന്. ടോൾസ്റ്റോയ് പറഞ്ഞതറിയാം, സുഖദുഃഖങ്ങളുടെ ഘോഷയാത്രയാണെന്ന്. സുഖദുഃഖങ്ങളുടെ ഘോഷയാത്രയാണ് ജീവിതം എന്ന് ടോൾസ്റ്റോയ് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഒരു ഗാനരചയിതാവിനൊരു സംശയം, അത് ആളുകൾക്ക് വേണ്ട പോലെ മനസ്സിലായോ എന്ന്. അതുകൊണ്ട് അദ്ദേഹം അതിനെ എടുത്ത് ലളിതമായി ഒരു ഗാനമാക്കി. സുഖം ഒരു ബിന്ദു, ദുഃഖം ഒരു ബിന്ദു. ഇദ്ദേഹം എഞ്ചിനീയറാണ്. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു, ഇത് ജീവിതം. ഇങ്ങനെയെല്ലാം വിവിധ സാഹിത്യകാരന്മാരും എഴുത്തുകാരും ജീവിതത്തെ വിവക്ഷിച്ചെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ചങ്ങമ്പുഴയുടെ പ്രവചനമാണ്. എന്താണ് ജീവിതം? ചങ്ങമ്പുഴ ചോദിക്കും, എന്താണ് ജീവിതം? അവ്യക്തമായ ഒരു സുന്ദരമായ വളകിലുക്കം, സംഗീത തുന്തിലം, നൈമിഷികോജ്വലം, പിന്നെയോ 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 ശൂന്യം, പരമശൂന്യം. ജീവിതം ഒരു വളകിലുക്കം പോലെയാണ്, സംഗീത തുന്തിലമായ ഒരു വളകിലുക്കം പോലെ. ജീവിതം വളപ്പൊട്ടുകളുടെ വർണ്ണഭംഗിയുള്ള വളരെ നൈമിഷികതയുടെ മന്ദഹാസം മാത്രമായ ഒന്നാണ് ജീവിതം. വളരെ ഹ്രസ്വമാണ് ജീവിതം. ഈ ജീവിതത്തിനകത്താണ് നമ്മൾ ഇണക്കവും പിണക്കവും പരിഭവവും കേസുകൊടുപ്പും ഹേബിയസ് കോർപ്പസും വേണ്ട ബഹളങ്ങൾ. പക്ഷേ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നാലാങ്കൽ കൃഷ്ണപിള്ള, ഇപ്പോഴാരും ശ്രദ്ധിക്കാത്ത, ഓർമ്മയിൽ പോലും കൊണ്ടുവരാത്ത നാലാങ്കൽ കൃഷ്ണപിള്ള ജീവിതത്തെക്കുറിച്ച് കേരളകൗമുദിയിലെ പഴയ ഒരു ഓണം വിശേഷ കൃതിയിൽ എഴുതിയത്, ജീവിതമെന്നാൽ ജനന മരണമാം തീവണ്ടി യാത്രയ്ക്കിടയ്ക്കുള്ള വേളയാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു തീവണ്ടി യാത്ര പോലെയാണ്. ഏതോ ഒരു സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ കയറുന്നു, ഏതോ ഒരു സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങുന്നു. അതിനിടയിൽ പലരും കയറുന്നു, പലരും ഇറങ്ങുന്നു, പലരെ നോക്കി നമ്മൾ ചിരിക്കുന്നു, നമ്മളെ നോക്കി പലരും ചിരിക്കുന്നു, നമ്മൾ മാറി ഒരുമിച്ച് നിന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള കേവലമായ ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും ഒരു ആകെ തുകയാണ് ജീവിതം. പക്ഷെ ഈ ജീവിതത്തിനകത്ത് നമ്മൾ തേടുന്ന ഒന്നുണ്ട്, അത് സുഖമാണ്. സുഖം എവിടെ കിട്ടും അല്ലേ? സുഖം ഉള്ളൊരു പറയുകയാണ്, ഭൂമിയെ സ്വർഗമാക്കാൻ, നാഗമാക്കാൻ ബോധസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു. സുഖം ഭൂമിയെ സ്വർഗമാക്കാൻ ബോധസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു. അതങ്ങന്നറിയാതെ തന്നെ ആയുസ് പോകുന്നു ഹതാശരണങ്ങൾ. അതല്ലേ സത്യം? നമ്മൾ ഈ സുഖത്തിൻ്റെ പിന്നാലെയാണ്, പക്ഷെ സുഖം വേറൊരു വഴിക്കാണ്. ഒരിക്കലൊരു ഭ്രാന്ത ആശുപത്രി, വളരെ പ്രശസ്തനായ ഒരാൾ, ഒരു ഭരണാധികാരി സന്ദർശിക്കാനായിട്ട് ഭ്രാന്ത ആശുപത്രിയും ജയിലും ഒക്കെയാണ് സന്ദർശിക്കുന്നത്. ഞാൻ ആരോഗ്യവകുപ്പിലുണ്ടായിരുന്നപ്പോൾ നമ്മുടെ എല്ലാ ഭ്രാന്താശുപത്രികളിലും കേന്ദ്രത്തിൽ നിന്ന് വന്ന ഒരു ടീമുമായിട്ട് പോവുകയുണ്ടായി. വളരെ ദയനീയമായ രംഗങ്ങൾ അവിടെ കാണാൻ പറ്റും. ജീവിതത്തിൻ്റെ വളരെ തിക്തമായ രൂക്ഷമായ രംഗങ്ങൾ കാണാൻ പറ്റും. ചില വാർഡിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ നിന്ന് ഏറ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടുള്ള ഏറാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പ്രാന്താശുപത്രി കാണാൻ ഈ ഭരണാധികാരി ചെന്നപ്പോൾ, നെഹ്റു പ്രാന്താശുപത്രി പോയ കഥ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നെഹ്റു ചെന്നപ്പോൾ നെഹ്റുത്തിന് ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. അവൻ തിരിച്ചിട്ട് പറഞ്ഞ് സാരമില്ല, ഒരു 3-4 ഷോക്ക് കൊണ്ട് നേരെയാവും, ഞാനും ആദ്യം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പഴയ തമാശയുണ്ട്. അതല്ല, ഒരു ഭരണാധികാരി
അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ സെല്ലിൽ ഒരുത്തൻ അവിടെ ഇരുന്ന് കാടി പിടിച്ചുകൊണ്ട് മിനി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം പ്രാദേശികത്തിൽ സൂപ്രണ്ടിൻ്റെ അടുത്ത് നോക്കി എന്താണ് പുള്ളി ചെറുപ്പത്തിൽ മിനി എന്ന് പറയുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ആ പെൺകുട്ടി പോയി വേറെ കല്യാണം കഴിച്ചു പോയി. വേറെ പോയതല്ല, വേറെ കല്യാണം കഴിച്ചു പോയി. അപ്പോൾ അതിനുശേഷം ഈ പുള്ളിക്കാരൻ്റെ തലച്ചോറിലെ ഏതോ ന്യൂറോൺസ് തമ്മിൽ കൊരുത്ത് ഇപ്പം അന്നൊട്ട് മിനിയും പറഞ്ഞിരിക്കും. ഇപ്പം ഇവിടെ ബന്ധുക്കളെല്ലാം കൊണ്ട് ഇവിടെ ആക്കി. പണ്ട് മണിക്കൂറിൽ ഒരു 1000-600 തവണ വിളിക്കുമായിരുന്നു. ഇപ്പം ഇങ്ങനെ സാവകാശം ആയിട്ടാണ് വിളിക്കുന്നത്. സുഖമായി ഇടയ്ക്ക് മിനിയെന്ന് വിളിക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകും. അവർ പറഞ്ഞ് ഇനി വേണ്ട എന്ന്, വീട്ടുകാർ പറഞ്ഞ് ഇനി വേണ്ട, അവിടെ കിടന്ന് വിളിക്കട്ടെ. അങ്ങനെ ഒരു 3-4 സെല്ലുകളൊക്കെ കഴിഞ്ഞ് അവസാനത്തെ സെല്ലിൽ ചെന്നപ്പോൾ ഒരുത്തൻ തലയിട്ട് ഭിത്തിയിൽ ഇടിച്ചിട്ട് മിനി മിനി എന്ന് വിളിക്കുന്നു. ഭരണാധികാരി ചോദിച്ചാല് ഇത് മിനിയെ വിവാഹം കഴിച്ചാണ്. സുഖം സുഖം ഭൂമിയെ സ്വർഗമാക്കാൻ ബോധസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങെന്നറിയാതെ തന്നെ. അപ്പൊ മിനിയെ കിട്ടിയവനും സെല്ലിലാണ്, കെട്ടിയവനും സെല്ലിലാണ്, കിട്ടാത്തവനും സെല്ലിലാണ്, എല്ലാവരും സെല്ലിലാണ്. ഈ പ്രണയവിവാഹത്തെ കുറിച്ച് സെക്രട്ടേറിയറ്റിലെ ഒരു സുഹൃത്ത്, ചിലപ്പോൾ ഗംഗാനന്ദർക്ക് അറിയായിരിക്കും, കൃപാനന്ദൻ എന്നാണ് അറിയാമല്ലോ. പുള്ളി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഈ പ്രേമവിവാഹത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, പ്രേമവിവാഹത്തെ കുറിച്ച് നമ്മളെപ്പോഴും മറ്റേ കവിതയിലൂടെ അല്ലേ പോവുള്ളൂ, അല്ല നമ്മുടെ ഒരു കുഴപ്പം. പ്രേമമേനിൽ പേരു കേട്ടാൽ പേടിയാം, വഴിപിഴച്ച കാമകിങ്കരർ ചെയ്യുന്ന കടും കൈ അതൊക്കെ വിടാമോ, അതൊക്കെ പോട്ടെ. ശരിക്കും എന്താണ് അഭിപ്രായം? അത് വിജയിച്ചാൽ ജീവിതം ധന്യമാകുമോ? അന്ന് ഞാൻ ഈ മിനിയുടെ കഥ കേട്ടിട്ടില്ല, എനിക്ക് അന്ന് പിടിയില്ല. ഞാൻ അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറയാം, എൻ്റെ അഭിപ്രായം പറയാം. പ്രേമവിവാഹം വിജയിക്കരുത്. വിജയിച്ചാൽ പോയി, പിന്നെ ബാക്കി 10 റേഷൻ കടയാണ്. റേഷൻ കടയും മാവേലി സ്റ്റോറും ഒക്കെ ആയിട്ട് ജന്മം പാഴാണ്. പിന്നെ പ്രേമവിവാഹം പിള്ളേരും അവര് ട്യൂഷന് കൊണ്ടുപോക്കും, അങ്ങനെയൊക്കെയാണ്. നേരെ മറിച്ച് പ്രേമവിവാഹം വിജയിച്ചില്ലെങ്കിൽ ആ വിഷമം എപ്പോഴും ഉള്ളിൽ കാണുമല്ലോ, ഒരു നീറ്റൽ എപ്പോഴും ഉള്ളിൽ കാണുമല്ലോ. ഇയാളല്ല അയാളെന്ത് അങ്ങനെ കാണുമല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു കുറേ കാലത്തിന് ശേഷം 50, 60, 65 ഒക്കെ വയസ്സാകുമ്പോൾ ഗുരുവായൂർ വെച്ച്, ഇതിനെല്ലാം പറ്റിയ സ്ഥലം അവിടെയാണ്, ഗുരുവായൂർ വെച്ച് നമ്മളിങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ടി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. അവരാദ്യമേ കണ്ടു, ആര്യമാർക്ക് നയനം സുസൂക്ഷ്മം പരം ഇഷ്ടജന രൂപം ഒരുവാൻ എന്നല്ലേ. അപ്പോൾ അവർ കണ്ടു, ഏത് മറ്റേ പാർട്ടി കണ്ടു, ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നു. ഇയാൾ നേരെ എവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അത് കണ്ടപ്പോൾ ഒന്ന് നോക്കി, പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ആള് അലൈൻമെന്റ് ഒക്കെ മാറിപ്പോയി, എന്നാലും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ആ കണ്ണുകളുടെ തിളക്കവും ആ കണ്ണുകളുടെ ഒരു വീര്യം, ഊർജവും അതിന്റെ മൈലേജും എല്ലാം കണ്ടപ്പോൾ ആളിനെ രണ്ടുപേർക്കും മനസ്സിലായി. രണ്ടുപേർക്കും മൈലേജ് വന്നു, കണ്ണിന് ഉണ്ടിലാണ്ട് പോയതാണ്, എല്ലാം കയറി വന്നു. അപ്പോ വെളിയിലിറങ്ങി, വേഗം തൊഴുത് വെളിയിലിറങ്ങി. ഇനി അവിടെ തൊഴുതിട്ട് കാര്യമില്ല, അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. വെളിയിലിറങ്ങിയപ്പോഴും ഇയാൾ അവിടെയെല്ലാം കിടന്ന് സ്കാൻ ചെയ്യുകയാണ്. അപ്പൊ അവര് സ്കാൻ ചെയ്ത് കഴിഞ്ഞു, ഭാര്യമാർക്ക് നയനം സുസൂക്ഷ്മം അവര് കണ്ടെത്തി. വീണ്ടും നോക്കി. കൃപാനന്ദൻ പറയുന്നു, ആ നോട്ടം ഉണ്ടല്ലോ, കൊളുത്തി വലിക്കുന്ന നോട്ടം, ആത്മാവിനെ കൊളുത്തി വലിക്കുന്ന നോട്ടമാണ്. മൂന്നാമത് പുള്ളി അവിടെ നിന്ന് അടിച്ചാൽ അവരെ ഭർത്താവ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി വന്നു. കൊണ്ടേ നമുക്കെന്നൊക്കെ ചോദിച്ചു. അതിന് കൊച്ചും മക്കളുമൊക്കെ ആയിട്ട് അവർ ഇന്നോവയിലേക്ക് കയറുമ്പോൾ ഇന്നോവയുടെ ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് ഒരു നോട്ടം കൂടെ, കൊളുത്തി വലിക്കുന്ന ഒരു നോട്ടം. പുള്ളി പറയുന്നു, ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം. ആ നോട്ടത്തിന്റെ തീവ്രതയുണ്ടല്ലോ. ഈ നഷ്ടപ്രണയത്തിനാണ് ജീവിതത്തിൽ സുഖം. പക്ഷെ ഇതൊക്കെയും ഞാനിവിടെ പറയാൻ കാര്യം, ജീവിതത്തിന്റെ ഒരു മറുകര കണ്ട നിങ്ങളോട് വേറെ വലിയ കരകളെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. എനിക്കെപ്പോഴും വാർദ്ധക്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്നെയും ഈ ലോകത്തെയും പ്രചോദിപ്പിച്ച ഒരു നോവലുണ്ട്,
ലോകത്തെ മുഴുവൻ യുവതയെയും വാർദ്ധക്യത്തിലെത്തിയവരെയും പ്രചോദിപ്പിച്ച, ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 1953 പുലിറ്റ്സർ സമ്മാനവും 1954 നൊബേൽ സമ്മാനവും ലഭിച്ച, 1951 ക്യൂബയിൽ വെച്ച് എഴുതിയ വളരെ ചെറിയ ഒരു നോവൽ ഓൾഡ് മാൻ ആൻഡ് ദ സീ, കിഴവനും കടൽ, ഏണസ്റ്റ് ഹെമിംഗ്വേ. അത് ആ നോവലിലൂടെ പറയുന്ന സാന്റിയാഗോ എന്ന് പറയുന്ന 75 വയസ്സ് കഴിഞ്ഞ ആ മീൻപിടുത്തക്കാരനെ കൊണ്ട് പറയിക്കുന്ന ഒരു വാചകമുണ്ട്. സാന്റിയാഗോ 75 വയസ്സ് കഴിഞ്ഞു, നല്ല മീൻപിടുത്തക്കാരനായിരുന്നു. ഒരു കേവ് വഞ്ചിയിൽ, പായ് വഞ്ചിയിൽ അദ്ദേഹം മീൻ പിടിക്കാൻ പോകും. പക്ഷെ കഴിഞ്ഞ 84 ദിവസമായിട്ട് ഒരൊറ്റ മീൻ കിട്ടുന്നില്ല. അദ്ദേഹം നിരാശനായി തന്റെ കുടിയിൽ വരുന്നു. പക്ഷെ അടുത്ത ദിവസം വർദ്ധിത മീനിനായി പോകുന്നു. നമ്മുടെ ചെമ്മീനിൽ പളനി, സത്യൻ അഭിനയിച്ച പളനി മീൻ പിടിക്കാനായിട്ട് രാവിലെ ഇറങ്ങുന്ന ഒരു രംഗമൊക്കെ വേറെ ആരും അഭിനയിച്ചാൽ ശരിയാകത്തില്ല. പുള്ളി കൈയൊക്കെ ഇങ്ങനെ തിരുമി ഊർജം സമാഹരിച്ച് അപ്പോഴേക്കും ശീല വന്ന് പറയാൻ കുളിച്ചിട്ട് പോകാമെന്ന്. കുളിച്ചിട്ട് പോകണം അതിനുള്ള. അപ്പോൾ സത്യമുള്ളതാണ്, കടൽ കുളിച്ചിട്ട് പോകണം. അങ്ങനെ പുള്ളിയെ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പുള്ളി ആ വെള്ളത്തിലേക്ക് കയറാനായിട്ട് പോകുന്ന ഊർജവും അല്ലേ, അതേ ഊർജത്തോടെ. അതുകൊണ്ടാണ് ഒരു സായിപ്പ് പറഞ്ഞത്, ആ ചെമ്മീൻ കണ്ടിട്ട് ഒരു സായിപ്പ് പറഞ്ഞു, എന്നാലും ആ മറ്റേ ആ മുക്കുവാനുണ്ടല്ലോ നന്നായിട്ട് അഭിനയിച്ചു. നല്ല ആ ജോലിയിലാണെങ്കിലും പുള്ളി അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ സാന്റിയാഗോ തൻ്റെ 75 വയസ്സ് കഴിഞ്ഞ ദിവസങ്ങളിലും ഓരോ ദിവസവും പോവുകയാണ്, ഒന്നും കിട്ടുന്നില്ല. ഇപ്പം എൻ്റെ മുറിയിലേക്ക് വരുന്ന ഒരു പയ്യനുണ്ട്, മനോലിൻ എന്നാണ് അതിൻ്റെ പേരെന്ന് എൻ്റെ ഓർമ്മ. മനോലിൻ പറയും, മനോലിനോട് എല്ലാവരും കളിയാക്കും. ഈ പിന്നെ മത്സ്യബന്ധനം പഠിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇവിടെ വിട്ടത്. ഇയാൾക്കാണെങ്കിൽ നമസ്തേ എന്നൊരു മീൻ പോലും കിട്ടുന്നില്ല. അപ്പോൾ മനോലിൻ പറയും, അങ്ങേക്ക് എന്നോട് വലിയ സ്നേഹമാണ്. നമ്മൾ മുമ്പ് പോകുമ്പോൾ ഈ വലിയ വലിയ മീനുകളൊക്കെ പിടിച്ചിടുമ്പോൾ അവ എന്നെ കൊത്താൻ വരുമ്പോൾ അത് പിടിച്ചു മാറ്റുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് അയാൾ പറയും. 85ാമത്തെ ദിവസം അയാൾ പറയും, ഇന്ന് ഞാൻ കരുത്തനായ ഒരു മത്സ്യത്തെ പിടിക്കും എന്ന് പറഞ്ഞ് പോവുകയും. ഈ കഥയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതുമാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ കഥ ചുരുക്കുന്നു. അതിൽ ഒരു കൂറ്റൻ മെർലിൻ മത്സ്യം അദ്ദേഹത്തിൻ്റെ ആ വലയിൽ കൊത്തുന്നു. ആ മത്സ്യമായി അദ്ദേഹത്തെ കൊണ്ട് 3 ദിവസം മുമ്പ് പോകുന്നു. 300 അടി താഴ്ചയിലുള്ള സ്ഥലത്ത് നിന്ന് അത്യഗാധതകളിലേക്ക്, കടലിൻ്റെ ഉള്ളറകളിലേക്ക്, ഗർഭഗ്രഹങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് ഒക്കെ പോയിട്ട് അവസാനം ഇദ്ദേഹത്തിൻ്റെ ഒരു കൈ തളർന്നു പോയിട്ടും പുള്ളി അതിനെ പിടിച്ച് അതിനോട് മത്സരിക്കാൻ വരുന്ന, അതിൻ്റെ രക്തത്തിൻ്റെ ഗന്ധമറിഞ്ഞ് വരുന്ന സ്രാവുകളോട് മത്സരിച്ച് അദ്ദേഹം തിരിച്ചു വരുന്ന കഥയാണ് ഓൾഡ് മാൻ ആൻഡ് ദ സീ. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓൾഡ് മാൻ പറയുന്ന ഒരു വാചകമുണ്ട്, man can be destroyed but never defeated, not defeated. Man is not made for defeat. He can be destroyed but Yes. not defeated. Yes. അപ്പോൾ ഞാൻ മുഴുവൻ കഥയും പറഞ്ഞിരുന്ന അവസ്ഥ ചുരുക്കിയത് എൻ്റെ ഉജ്ജന്മ ഭാഗ്യം. അപ്പോൾ man cannot be defeated. അതാണ്, മനുഷ്യനെ തോൽപ്പിക്കാനൊക്കില്ല. ഏത് മനുഷ്യനെ? ഇച്ഛാശക്തിയുള്ള മനുഷ്യനെ, മേധാശക്തിയുള്ള മനുഷ്യനെ തോൽപ്പിക്കാനൊക്കില്ല. ആ മേധാശക്തി, ആ ഇച്ഛാശക്തി, ആ ആർജവം, അതാണ് നമുക്ക് വേണ്ടത്. ഈ ഓരോ ദിവസവും ചെല്ലു പറയുന്നുണ്ട്, ഓരോ ദിവസവും ബോണസ് ആണെന്നൊക്കെ പറയുന്നത്. ദൈവം അവിടെ ഗവൺമെന്റ് നടത്തുകയാണ് ബോണസ് ഒക്കെ കൊടുക്കുക. ഓരോ ദിവസവും ബോണസ് അല്ല, ഓരോ ദിവസത്തെയും നമ്മൾ സപ്രയോജനമാക്കണം. അന്യജീവൻ ഒതുക്കി സ്വജീവിതം ധന്യമാക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് കൂത്തു സാർ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമുക്തിയാം സൂര്യ. മറ്റുള്ളവർക്കായി സൂര്യൻ കത്തിയെരിയുന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനല്ലല്ലോ, ആരുടെയും കൈയടിക്ക് വേണ്ടിയല്ലല്ലോ. ആരെങ്കിലും ഒരു അഭിനന്ദന ലേഖനം എഴുതുമോ അല്ലെങ്കിൽ ഫീച്ചർ ചെയ്യുമെന്ന് പറഞ്ഞല്ലല്ലോ. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്ന് പറയുമ്പോൾ ആ സൂര്യനെ പോലെ. പണ്ട് ഞാൻ
ഒരിടത്ത് എത്ര സമയം സംസാരിക്കാം? ലയൺസ് ക്ലബിൽ. കാട്ടുകുളത്തെ ബസ് പോണതിന് മുമ്പ് എന്തോ കാട്ടുകുളത്തേക്കുള്ള ലാസ്റ്റ് അല്ലല്ല, അവർ പറഞ്ഞ അങ്ങനെയല്ല. ലയൺസ് ക്ലബിൽ ചെന്നിട്ട് ഞങ്ങളുടെ ഗവിയിൽ ചോദിച്ചു എനിക്ക് എത്ര സമയം സംസാരിക്കാം. അവർ പറഞ്ഞു സാറിന് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാം, ഞങ്ങൾ 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. ലയൺസ് ക്ലബിലെ എങ്ങോട്ടാണെന്ന് പറയേണ്ടത്. അപ്പോ പറഞ്ഞു വന്ന പോയി ഒരു കവിതയില്ലേ കവിത ജൂലിയ ഓർമ്മയില്ല. ജൂലിയ ഒരു പ്രണയ കവിതയാണ്. അതില് 4 വരികൾ കുട്ടികൾ എഴുതി ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കുമായിരുന്നു. മോഹങ്ങൾ ചേക്കേറും ആതിര പച്ചയിൽ നീ വന്നൊടിച്ചതൻ ജീവിത ചിഹ്നം. അല്ലെ 2 വരിയാണ്. അപ്പോൾ പലരും കോളേജുകൾ ഓട്ടോഗ്രാഫിൽ പെൺകുട്ടികളുടെ ഓട്ടോഗ്രാഫിൽ മോഹങ്ങൾ ചേക്കേറും ആതിര പച്ചയിൽ നീ വന്നൊടിച്ചതൻ ജീവിത ചില്ലകൾ, ഇച്ചിരി പരിഭവവും ഒക്കെ ഉണ്ടത്. അപ്പോൾ അതിൻ്റെ അടുത്ത 2 വരി ആ കുട്ടി എഴുതി കൊടുക്കും. അത് എങ്ങനെ ഓടിക്കാൻ? ദ്രുതവികാരത്തിൻ തിരക്കുഴിക്കുള്ളിൽ നീ എന്നും തിരഞ്ഞതൻ ഹൃദയാക്ഷരങ്ങൾ. ഇവരൊന്നും സംശയമായിരുന്നു, മൊത്ത സംശയമായിരുന്നു. ദ്രുതവികാരത്തിൻ തിരക്കുഴിക്കുള്ളിൽ നീ എന്നും തിരഞ്ഞതൻ ഹൃദയാക്ഷരങ്ങൾ. അങ്ങനെയുള്ള വരികളുള്ള കവിതയാണ് ജൂലിയ. പക്ഷേ അതിനുശേഷം ഒരു പ്രണയകവിതയാണ് എഴുതിയത്. ഈ ടൈറ്റാനിക് വരുന്ന വർഷമാണ്. ഈ സുഹൃത്ത് ശ്രീ തിരുമല ശിവൻകുട്ടി, അദ്ദേഹം എങ്ങനെ ഇവിടെ പെട്ടു എന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ ഭാഗത്താണ് താമസിക്കുന്നത്, പട്ടം, അതിൻ്റെ മറുകരയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതറിയാം. ആ കവിത ഒരു പ്രണയ കവിതയാണ്. അതിൻ്റെ പേര് നക്ഷത്രങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. 96 മറ്റുള്ള ഓണവിശേഷാകൃതിയിൽ അത് വന്നിരുന്നു. അത് ഒരു വ്യത്യസ്തമായ പ്രണയ കവിതയാണ്. ആ കവിത ആരംഭിക്കുന്നത് ഒരു രാത്രിയിലാണ്. ആ രാത്രി എന്ന് പറയുന്നത് ആശുപത്രിയിലാണ്. അദ്ദേഹം സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ പ്രേയസി, പ്രാണപ്രേയസിയായ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അവിടെ കിടക്കുന്നു, ആശുപത്രിയിൽ കിടക്കുന്നു. പിറ്റേന്നൊരു സർജറി ഉണ്ട്. ആ സർജറി നടന്നാൽ രക്ഷപ്പെടുമോ എന്നറിയില്ല. ആ രാത്രിയിൽ അയാൾ ഉറങ്ങാതെ ഇരുന്നിട്ട് അയാളുടെ ചിന്തകളാണ് കവിത തുടങ്ങുന്നത്. രതിനീ പിണങ്ങി പിണങ്ങിയ ജീവന്റെ ഹരിതമോഹങ്ങള പണയമായി വാങ്ങിയോ. രതിനീ ഇണങ്ങിയ പ്രാണബിന്ദുക്കളിൽ പനി പിടിപ്പിച്ചിട്ടുറക്കെ ചിരിച്ചവൾ. പറയൂ മനസ്സിന്റെ റാണി, മടിക്കാതെ പറയൂ, നിനക്കെന്റെ കവിത കഴിക്കുന്നു. പറയൂ മനസ്സിന്റെ രാത്രി, മറക്കാതെ പറയൂ, നിനക്കെന്റെ പ്രണയം മുഷിഞ്ഞു. ഈ കവിത മുഴുവനും ചൊല്ലാനുള്ള ഒരു സമയമല്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നു. ഏതാ? കണ്ണനും ഓർമ്മയുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് വഴിക്കായിപ്പോയി, ഒരു വഴിക്കാക്കുമെന്ന് പറയുന്നത് പോലെ ആയിപ്പോയി. കർണൻ ചൊല്ലാം ആവശ്യപ്പെട്ടാൽ. കർണൻ ഈ അത് 85 എഴുതിയ കവിതയാണ്. സാറ് കേട്ടിട്ടുണ്ട്? ഈ കർണൻ യുദ്ധഭൂമിയിൽ വെച്ചാണല്ലോ. കർണൻ മരിക്കാൻ കിടക്കുകയാണ്. അവിടെ വെച്ച് പുള്ളി അവസാനമായിട്ട് അച്ഛനോട് നേരിട്ട് സംസാരിക്കാൻ വിളിച്ചു. അച്ഛനെന്ന് പറയപ്പെടുന്ന സൂര്യനോട് നേരിട്ട് സംസാരിക്കുകയാണ്. കാരണം ഇനിയും സംസാരിച്ചില്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റിയെന്നില്ല. അതുകൊണ്ട് ഹേ സർവസാക്ഷിയാം സൂര്യൻ, ഇതങ്ങയുടെ പ്രിയമകൻ കർണൻ. ഇവിടെ രണഭൂമിയിൽ ഇരുട്ടിന്റെ കോട്ടയിൽ ഒരിത്തിരി പ്രാണന്റെ പതിരുപാറ്റും നിവൻ. മുറിവാർന്നൊരീ ഹൃത്തിൽ ഉദയമന്ത്രം ചൊല്ലി അരികത്തു വനുകന്റെ ജനകൻ.
ഇതു കവചബന്ധന വിമുക്തനാം കർണൻ, ഇതു ദാന കർമ്മമേ ധർമ്മമെന്നൊരു. അപരാധമെല്ലാം മറക്ക, മകൻ ചെയ്തൊരവിവേകമെല്ലാം ക്ഷമിക്ക. ജന്മബന്ധത്തിന്റെ പാഴ്ക്കുറിയുണങ്ങാത്ത നെറുകയിൽ ചുംബനം ചാർത്താൻ, വൈദ്യുതാലിംഗനാവേഗത്തിലെല്ലാ കുശാഗ്രതന്ത്രങ്ങളും വയ്ക്കാൻ. ക്ഷമിച്ചെന്റെ ഉണ്ണി എണീക്കെന്നു ചൊല്ലുന്ന ധന്യമാത്രയ്ക്കായി പൊരുന്നിരിക്കുന്നു ചരിതാർത്ഥനീ സൂതജാതൻ. ഹേ സൂര്യഭഗവൻ പ്രകാശസ്വരൂപൻ, വരൂ യുദ്ധഭൂമി ദർശിക്കാൻ. പാർത്ഥന്റെ ശസ്ത്രം തറച്ചുഗ്രനോവിൽ പിടഞ്ഞേ കിടക്കുന്നു തനയൻ. ദീനസ്വരത്താൽ വിലാപങ്ങളാൽ നൊന്തു തേങ്ങും ദുരന്ത ഭാരത്താൽ മുഖരം കുരുക്ഷേത്രമധ്യം. നിശയുടെ നിഗൂഢതയിൽ ഇന്നലെ നിറം വെച്ചൊരാഗ്നേയ സംവാദമോർക്കാതെ വയ്യ. ഇടനെഞ്ചു പതറി ഇരുനേത്രത്തിൽ ഇരുൾ പൂശി വിധുരയായി വന്നെത്തി കുന്തി. കുറ്റപത്രത്തിൻ പുറം ചട്ട ചീന്തി വന്നിറയത്തു നിലയായി കുന്തി. മനസ്സിന്റെ മുഖപടം പാടെ അഴിച്ചാർദ്രമിഴിയോട പഴിയേറ്റു ചൊല്ലി. സൂതനല്ലോ മനേനി, സൂതനല്ലോ മനേനി, എന്റെ പ്രാണന്റെ ഭാഗമാണെൻ പ്രതിച്ഛായ. കത്തുന്ന കൗമാര സന്ധ്യയ്ക്കൊരുന്മാദ സമ്മാനമായി വന്ന ബന്ധു. കുഞ്ഞേ പൊറുക്കുകൻ പാതകങ്ങൾ കൊടും പാവിലീ പാണ്ഡുപത്നി. നീ ജന്മശത്രുക്കൾ എന്നേ നിനയ്ക്കുന്ന പാണ്ഡവർ നിൻ സഹജാതർ. സാധുക്കളാ ശുദ്ധചിത്തർക്ക് നീ ഖഡ്ഗമകാതിരിക്കണേയുണ്ണീ. ഇടിമുഴക്കം പോലിരമ്പുന്ന ശബ്ദത്തിൽ ഉത്തരം ശിവസുഷേണൻ. നിഴൽ മൂടി ജ്വരമാർന്ന പ്രശ്നങ്ങൾ അണപൊട്ടിയൊഴുകി മനപ്പത്തിൽ നിന്നും. ഒരു നിമിഷം ഓർമ്മയുടെ രഥമേറി ശൈശവപുരങ്ങളിൽ ഇറങ്ങി രാധേയൻ. അവനമ്രമുഖിയമ്മ എരിതിയിൽ നിൽക്കുമ്പോൾ അണുപോലും അലിവു തോന്നിയില്ല. പുത്രനൊരു വിട്ടു ചരിതമൊന്നായി ഒരു നേർത്ത രോദനം പേറുന്ന പേടകം കൂരിരുട്ടിൽ നാലു കെട്ടു സൃഷ്ടിച്ചതും യമുനയുടെ കുഞ്ഞലകൾ ഒരുമിച്ചു താരാട്ടി അഭിരഥകരങ്ങളിലതെത്തിച്ചതും രാധമുല മാറി മാറി കുടിപ്പിച്ചതും ദുരിതമൽപാൽപമായി ചുരത്തുന്ന ജീവിതം കയ്ക്കുന്ന ചഷകങ്ങളേൽപ്പിച്ചതും സ്നേഹവർണ്ണത്തുരുത്തിൻ കൊടിപ്പച്ചയും നീട്ടി കാന്താര സീമകളിൽ അലയിച്ചതും രോഷതൃഷ്ണയ്ക്കും ഉഗ്രപ്രതിജ്ഞയ്ക്കുമുള്ളിൽ തികട്ടുന്ന കൊഞ്ഞനം കുത്തിവയ്പ്പിച്ചതും ഓർത്തുപോകും ഇവൻ കർണൻ അഭിജാത സുതനെങ്കിലും വെറും സൂതൻ. ഒരുപാടു പടവുകളിൽ വിദ്യയ്ക്കു നിദ്രയെ പണയപ്പെടുത്തിവനമ്മേ. ശസ്ത്രങ്ങളും ദിവ്യമന്ത്രങ്ങളും നേടി നിൽക്കുമ്പോൾ അടിയുഴറി വീണു. ശാപങ്ങളും വേദപാപങ്ങളും മാത്രമിടറാതെ പിന്തുടർന്നെത്തി. ഒടുവിലാ മത്സരപ്പന്തലിൽ പൊള്ളുന്ന കുത്തുവാക്കേറ്റിവൻ വീഴുകേ. ഗതകാല പാപങ്ങൾ ഉരുവിട്ടു ശില പോലെ മിഴി കൂട്ടി നിന്നു നീ അമ്മേ. ഒരു പുനർജീവനം നീട്ടി, ഒരു പുനർജീവനം നീട്ടി സർവസ്വവും നൽകി സുയോധനൻ വന്നു. ഇന്നെൻ തിളയ്ക്കുന്ന രക്തത്തിനുന്മത്ത ശക്തിയാണ് രാജപുത്രൻ. അവസാന നിമിഷം വരയ്ക്കെന്റെ ഹൃദയം
തുടിക്കുന്നതവനായി മാത്രം. ദുരിതമയ കഥനം നിലച്ചു. ദുരിതമയ കഥനം നിലച്ചപ്പോഴമ്മയ്ക്കു പൊടിയാതിരുന്നില്ല കണ്ണീർ, പുത്രനുമിടറാതിരുന്നില്ല ശബ്ദം. എങ്കിലും തീരെ തിരസ്കരിച്ചില്ല അമ്മയർപ്പിച്ച ബലിദേവനങ്ങൾ. വിജയനോടല്ലാതെ പകതനിക്കില്ലെന്നും ഒരു വട്ടമല്ലാതെ വിശിഖം തൊടില്ലെന്നും അമ്മയ്ക്കിവൻ വാക്കു നൽകി. വാക്കുപാലിച്ചിന്നു കർണൻ, വാക്കുപാലിച്ചിന്നു കർണൻ. മുറിപ്പാടിലൂറുന്നു തൃപ്തിയും നോവും. ഹേ നിർമ്മലാത്തൻ, വിയത്തിന്റെ നാഥൻ, തരൂ കർണനാശ്വാസതീർത്ഥം. ശ്വസിക്കട്ട വാത്സല്യഗന്ധം. ഇതിഹാസ ചരിതനി സത്യവ്രതന്നു നീ, ശരണവും ശാന്തിയും നേരൂ. ആ ദിവ്യ ദർശനാവേശത്തിൽ ഉലയുന്ന ദുഃഖങ്ങൾ തോർന്നൊഴിഞ്ഞോട്ടെ. ആസന്ന മരണനി കർണന്നു ജീവിതം സാഫല്യദീപ്തമാകട്ടെ. ഈ ജാരപുത്രന്റെ വിഷമവൃത്താന്തങ്ങൾ ഇനി വിസ്തരിക്കേണ്ടതില്ല. ഈ ജാരപുത്രന്റെ വിഷമവൃത്താന്തങ്ങൾ ഇനി വിസ്തരിക്കേണ്ടതില്ല. ഹേ വിശ്വരൂപൻ, ഹേ വിശ്വരൂപൻ, ആ വക്ഷത്തിൽ ഈ ശിരസ്സേറ്റി കിടത്തുക വേഗം. നിദ്രയ്ക്കു നേരമാകുന്നു, ദിതാന്തമാം നിദ്രയ്ക്കിവനൊരുങ്ങുന്നു. ഹേ കർമ്മമൂർത്തിയാം ദേവൻ, ഹേ കർമ്മമൂർത്തിയാം ദേവൻ, ഏറെ ധന്യമാകട്ടെ നിൻ ദൗത്യം. ഈ കവിതയോടെ, ഈ ചിന്തകളോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ പ്രോട്ടോകോൾ പോലും മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അതിൽ ലയിച്ചു പോയി. ഈ സ്നേഹമാണെങ്കിൽ ഊഴി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സ്നേഹം എല്ലാത്തിനെയും തഴുകുകയും ഒഴുക്കുകയും എല്ലാത്തിനെയും കീഴടക്കുകയും ചെയ്യുന്ന അത്ഭുത സംഭവമാണെന്ന് ഖലീൽ ജിബ്രാൻ തൊട്ട് കുമാരനാശാൻ വരെ, അല്ലെങ്കിൽ തിരിച്ചും ആർക്കാണ് നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്നേഹത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് അതിൽ ആരാണ്, ഖലീൽ ജിബ്രാനാണോ അല്ല കുമാരനാശാനാണോ ഒന്നും പ്രത്യേകതയൊന്നുമില്ല. സ്നേഹം ഒരു സത്യമാണ്. അതിൽ മാത്രമേ, അതിൽ പ്രേമത്തിൻ്റെ ആത്യന്തികമായ ഒരു ഒഴുക്ക് അതിലെ കൂടി ഉണ്ട്. നമ്മുടെ എന്താണ് ഞാനടക്കം ഇവിടെ അന്ന് ഇങ്ങനെ ഇരുന്നു പോയത് ആ കർണന്റെ വരികൾ കേൾക്കുമ്പോൾ നമ്മൾ എവിടെയോ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. നമ്മുടെ ചെറുപ്പകാലത്ത് കേട്ട് പഴകിയ ഏതോ ഒരു സ്ഥലത്തേക്ക് നമ്മളെ അറിയാതെ വിളിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് ആ ഒരു 2 നിമിഷത്തിൽ.